ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ കട്ട് ചെയ്യാൻ പോണത് ഗരാര എന്ന് പറഞ്ഞ പാൻറ്റിൻ്റെ കട്ടിങ്ങാണ്. ഇത് ഒരു തുണിയെ ആദ്യം രണ്ടായി മടക്കി പിന്നെ നാലായി മടക്കിയിട്ടതിന് ശേഷം ഇതേ ആകൃതിയിൽ ഇത് നമ്മൾ അരവണ്ണം ആദ്യം എടുക്കുക. എന്നിട്ട് ഈ ക്രോച്ച് ആയിക്കാണ്ടുള്ള അളവുകൾ എടുത്തിട്ട് നാലായി മടക്കിയതിന് ശേഷം നമ്മൾ ഈ ഹിപ്പിൻ്റെ അളവ് ഈ ഹിപ്പിൻ്റെ അതേ അളവ് അതിലേറെ ഒരു ഇഞ്ച് ഏറെ നമ്മൾ ഇങ്ങോട്ട് താഴേക്ക് എടുക്കുക. എന്നിട്ട് ഇവിടുന്ന് പിന്നെ 2.5 എടുത്തിട്ട് ഈ ചിത്രത്തിൽ കാണുന്ന മാതിരിക്ക് വരച്ചെടുക്കുക. ഇത് പിന്നെ നമുക്ക് അടിക്ക് ഇത് നമ്മൾ മുട്ട് വരെയുള്ള ഭാഗമുള്ളൂ, അര തൊട്ട് മുട്ട് വരെയുള്ള ഭാഗമുള്ളൂ. ഇത് പിന്നെ മുട്ടിൻ്റെ താഴോട്ട് നെറി വെച്ച് കാണ്ടാണ്, അതിനാണ് നമ്മൾ ഗരാര എന്ന് പറയുന്നത്. അപ്പോൾ ഈ കട്ടിങ്ങിൽ കിടക്കാം. അപ്പോൾ ഞാൻ ഇവിടെ കട്ട് ചെയ്ത് കാണിക്കാം. ഇത് ഒരു തുണി നമ്മൾ എടുത്തു, എന്നിട്ട് രണ്ടായി മടക്കി എന്നിട്ട് ആ തുണിയെ ഒന്നും കൂടി മടക്കി. അപ്പോൾ രണ്ടായി മടക്കി നാലായി മടക്കി. ഇനി നമ്മൾ ഹിപ്പ് അരവണ്ണത്തിൻ്റെ അളവ് എടുക്കട്ടോ. ഞാനിവിടെ 25 ഹിപ്പ് റൗണ്ടുള്ള അരവണ്ണുള്ള കുട്ടിയുടെ അളവാണ് ഞാൻ ഇവിടെ എടുക്കുന്നത്. അപ്പോൾ 25നെ 4 ഭാഗമാക്കുമ്പോൾ 6.25. അപ്പോൾ ഈ 6.25ക്ക് ഞാൻ 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടുമ്പോൾ 7.25. അപ്പോൾ ആ 7.25 നമുക്ക് ഇങ്ങോട്ട് താഴോട്ട് എടുക്കുക, അളവെടുക്കുക. അതിൽ കൂടെ 2 ഇഞ്ച് കൂടി കൂട്ടുക. ഈ അരവണ്ണത്തിൻ്റെ അളവിലേറെ 2 ഇഞ്ച് താഴോട്ട് സീറ്റിംഗ് ലെങ്ത്ത് കൂട്ടുക. അപ്പോൾ 7.25 ഉള്ളത് 8.25, 9.25. ഇനി ഇങ്ങോട്ട് 2.5 ഇഞ്ച് നമ്മൾ എടുക്കണം. കാരണം വലിയവർക്ക് എപ്പോഴും 2.5 ഇഞ്ച് 3 ഇഞ്ചോളം എടുക്കുന്നത് നല്ലതാണ്. 2.5 ഇഞ്ചിന് കുറയാൻ പാടില്ല. കാരണം നമുക്ക് ഇരിക്കുമ്പോഴൊക്കെ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് 2.5 ഇഞ്ച്. ഇനി നമ്മൾ ഇതിൻ്റെ ഈ അളവുകളൊക്കെ എടുത്തു. അതിന് മുന്നേ നമ്മളിത് ചെയ്യേണ്ടത് ഞാൻ ശ്രദ്ധ വിട്ടാണ്. മുട്ട് വരെയുള്ള അളവ് ഞാൻ എടുക്കുന്നത് 17 ആണ്. 17. ഇനി ഇതിവിടെ കട്ട് ചെയ്യട്ടോ. എന്നിട്ട് നമുക്ക് കട്ട് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഇതൊന്ന് ചെരിച്ച് ഇവിടെ ഒന്ന് ചെരിച്ച് കൊടുക്കുക കേട്ടോ. ചെരിച്ച് ഇവിടെ അളവെടുക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇവിടുന്ന് ചെറിയൊരു ഗർവ് ആയിക്കാണ്ട് ഇവിടെ ഒരു ഷേപ്പ് കൊടുക്കണം. വലിയ ഷേപ്പൊന്നും വേണ്ട, എന്നാലും കട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ എടുത്ത അളവ് 16 ഇഞ്ചിൽ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടി 17 ഇഞ്ചാണ്. 17 ഇഞ്ച്. പിന്നെ ഫുൾ. അപ്പോൾ ബാക്കി ഉള്ള നീളം നമുക്ക് ഇനി മുട്ട് മുതൽക്ക് എടുക്കാനുള്ളതാണ്. ഇങ്ങനെ എടുത്തു. ഇനി ബാക്കി മുട്ട് താഴെയുള്ള അളവെടുക്കുക. മൊത്തത്തിൽ അപ്പോൾ നമ്മളിവിടെ അരവണ്ണത്തിന് അടയാളം ഇട്ടിട്ടില്ല. ഞാൻ അളവെടുത്തപ്പോൾ
അരവണ്ണത്തിൻ്റെ അളവും കൂടി കൂട്ടിക്കാണ് ഞാനിവിടെ 17 എടുത്തത് കേട്ടോ. ഞാൻ അരവണ്ണത്തിന് ഇവിടെ 2 ഇഞ്ച് നമ്മൾ എടുക്കണുണ്ട് കേട്ടോ. രണ്ട് ഇഞ്ച് അരവണ്ണം അടയാളപ്പെടുത്തിയിട്ടില്ലേനു ആദ്യം. എന്നിട്ട് അരവണ്ണം അലാസ്റ്റിക് ഇടാനുള്ള അലാസ്റ്റിക് ഇടാനുള്ളത് ഞാൻ അടയാളപ്പെടുത്തിയിട്ടില്ലേനു. ഇതിന് അലാസ്റ്റിക് ഇടാനുള്ള രണ്ടും കൂടിയാണ് ഞാനിവിടെ ഇവിടുന്ന് തൊട്ട് 17 ഇഞ്ച് എടുത്തത്. 2 ഇഞ്ച് ഇവിടുന്ന്, പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് 15 അതിൽ 14 ഇഞ്ച് ലെങ്ത്ത്, അതിൽ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂട്ടി. ഇനി ബാക്കിയുള്ള അളവ്, മുട്ട് മുതൽക്കുള്ള ബാക്കിയുള്ള അളവാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. മൊത്തത്തിൽ 32. ആ 32 2 ഇവിടെ പോയി. അപ്പോൾ ഇത് 17 കേട്ടോ. ഇനി നമ്മൾ ബാക്കി അരവണ്ണം ഇലാസ്റ്റിക്കും കൂടി കൂട്ടിക്കാണ്ടാണ് നമ്മൾ 32 പറഞ്ഞത്. അതിൽ നമുക്ക് ഇനി പിന്നെ 15 ഇഞ്ച് എടുക്കാണ്ട് നമ്മൾ ഒരു തുണി 2 ആക്കി മടക്കിട്ടോ. അത് 2 ആക്കി മടക്കുന്നതിന് മുന്നേ ഞാൻ നിങ്ങൾക്കൊരു ഇത് മനസ്സിലാവാത്തിരിക്കാൻ പറഞ്ഞുതരാം. ഇത് നമ്മൾ മടക്കി വെച്ച് കട്ട് ചെയ്താണല്ലേ. ആ കട്ട് ചെയ്തത് ഇതിൻ്റെ ഈ കട്ട് ചെയ്ത ഭാഗം നമ്മൾ 2 ആക്കി മടക്കി 4 ആയി മടക്കി ഇങ്ങനെ മടക്കിയല്ലേ ഞാൻ. അപ്പോൾ നമ്മളിങ്ങനെ നിർത്തി വെച്ചിട്ട് ഇതിൻ്റെ അളവ് എത്ര നോക്കുക. ഇതിൻ്റെ അളവ് 21. ഈ 21ക്ക് നമ്മൾ പിന്നെ ഇത് അടിഭാഗ 2 കാലിനുള്ളതാണുള്ളത്. അപ്പോൾ 21 എത്ര നമുക്ക് 42 വേണം. 42 നമ്മൾ 21 ഒരു കാലിനും 21 ഒരു കാലിനും 42 21 22 42. അപ്പോൾ ഈ 42 തുണി നമ്മൾ എടുക്കണം. ആ തുണിക്ക് നമ്മൾ ഇതിൻ്റെ ഇരട്ടി എടുക്കണം. 42ൻ്റെ ഇരട്ടി എത്ര? 84. അപ്പോൾ നമ്മൾ 84 ഇഞ്ച് എടുത്തെങ്കിൽ നമുക്ക് ഈ താഴോട്ട് നീറി വെക്കാനുള്ളതാണ്. അപ്പോൾ അത് ആദ്യം ഒരു 42 എടുക്കുക. കാരണം 21 22 42. അപ്പോൾ ഒരു ഭാഗത്തേക്ക് തന്നെ വേണം തുണി. 42. ഈ 42ൻ്റെ അതേപോലത്തെ ഒരു 42 കൂടി തുണി മടക്കുക. അപ്പോൾ നമ്മൾ 42 വീതി എടുത്തു. ഇനി ഞാനിതിൻ്റെ അളവ് എടുക്കട്ടോ. നമ്മൾ പറഞ്ഞത് 32 ഉണ്ടാകുമ്പോൾ ബാക്കി 15 വേണം. 15ക്ക് ഞാൻ 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടിക്കും കേട്ടോ. കാരണം മുട്ടുന്നുണ്ട് ഏക്കാനും വേണം, മുട്ടുന്നുള്ള തയ്യൽ തുമ്പും വേണം, അടിഭാഗത്ത് മടക്കി എടുക്കാൻ തയ്യൽ തുമ്പും വേണം. അപ്പോൾ 15ക്ക് 2 ഇഞ്ച് തയ്യൽ തുമ്പ്. അപ്പോൾ ഞാൻ 2 കാലിനുള്ള തുണി എടുത്തിട്ടോ. ഞാൻ ഇവിടെ 2 ഇഞ്ച് തയ്യൽ തുമ്പ് എന്നല്ല പറഞ്ഞത്. അപ്പോൾ 1 ഇഞ്ച് കുറച്ചൊക്കെ കിട്ടാം. കാരണം ഇവിടെ അടിഭാഗത്ത് പട്ടുണ്ട്. അപ്പോൾ 1 ഇഞ്ചിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ ഒരു കാല് ഞാൻ മനസ്സിലാക്കി തരാം നമുക്ക്. അപ്പോൾ നമ്മൾ 2 കാലിനുള്ളതാണിത്. ഇനി അപ്പോൾ നമ്മൾ ഒരു കാലിൽ കാട്ടിത്തരാം. ഇത് നമ്മളിങ്ങനെ ഇവിടുന്ന് ഇതിമ കുടിങ്ങനെ നെറി അടിച്ചലാട്ടോ. ഇതിന് വെച്ച് കാണുന്ന നെറി അടിച്ചലാണ്. ഇവിടുന്ന് മുട്ടിൻ്റെ അവിടെ നിന്ന് നെറി ഇതിമ വെച്ച് കാണാൻ അടിച്ചലാണ്. അപ്പം ഞാൻ
സ്റ്റിച്ചിങ് നാളത്തെ വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.